നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാകുമോ എന്ന് നോക്കാം. 2 കാർഡ്സ് ഉണ്ട്. നശി പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ജനറൽ റീഡിംഗ് വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ജനറൽ റീഡിംഗ് വീഡിയോസ് ഒന്നിലധികം വീഡിയോസ് ഡെയിലി ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ മാത്രം ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്യുക. റീഡിംഗ് എന്ന് DM ചെയ്യുക കേട്ടോ. ഓക്കെ, ഇവിടെ 9 ഓഫ് സ്വർഡ്സും അതുപോലെ തന്നെ പേജ് ഓഫ് പെന്റാക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ 9 ഓഫ് സ്വർഡ്സ് നോക്കുകയാണെങ്കിൽ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ആ ഒരു വ്യക്തി ഒരു സമയത്ത് വളരെയധികം മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ രാത്രിയിലൊക്കെ തന്നെ ഉറക്കമില്ലാതെ നിങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് വളരെ വിഷമിക്കുന്ന ഒരു അവസ്ഥ പോലെ കാണുന്നുണ്ട്. നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ആ ഒരു തെറ്റുകളെക്കുറിച്ച് ഓർത്തോ, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഉണ്ടായത്, ആ ഒരു റിലേഷൻ ബ്രേക്ക് ആവാനോ അല്ലെങ്കിൽ എന്തൊക്കെയാണോ ഒരു വിഷമം ഉണ്ടായത് ആ ഒരു കാര്യങ്ങളെക്കുറിച്ചോ പിണക്കങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിട്ടുള്ളൊരു സങ്കടം അതുപോലെ കുറ്റബോധമൊക്കെ വല്ലാതെ ആ ഒരു പേഴ്സണെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നത് ആ ഒരു പേഴ്സണെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളതാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ പേജ് ഓഫ് പെന്റാക്കിൾസ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡിനെ നശം നോക്കുകയാണെങ്കിൽ ഈ ഒരു വിഷമങ്ങൾക്കിടയിലും പതുക്കെയാണെങ്കിലും കാര്യങ്ങളൊക്കെ ശരിയാക്കണം എന്നുള്ളൊരു തോട്ട് ഈ ഒരു പേഴ്സണിൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്കൊരു മെസ്സേജ് അയക്കാനോ ഒരു സന്ദേശം അയക്കാനോ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും റിലേഷൻ ഒന്ന് പുതുക്കാനോ ഒക്കെ ഒരു പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മേ ബി ഒരു മെസ്സേജ് ആയിക്കോട്ടെ, ഒരു മിസ് കോൾ പോലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി കാണുക, അങ്ങനെയുള്ള നേരിട്ട് ഒരുപാട് ഇതാവാതെയുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻസ് ഒക്കെ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കാണാനുള്ള പോസിബിലിറ്റിയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഈ ഒരു സമയത്ത് തോന്നുന്ന ഒരു തോട്ടം എന്ന് പറയുന്നത് വളരെ വൈകാരികമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാമെന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെ മറന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഈ ഒരു മാനസിക സംഘർഷമൊക്കെ ആ ഒരു പേഴ്സണെ ചില തിരിച്ചറിവുകളിലേക്ക് എത്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവാനുള്ളൊരു പോസിബിലിറ്റിയാണ് ഈ ഒരു സ്പ്രെഡിൽ അല്ലെങ്കിൽ ഈ ഒരു 2 കാർഡ്സിൻ്റെ എനർജി കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിയതാണോ അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ളതായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ കൺഫേം എന്ന് കമൻറ്റ് ചെയ്യാം.